ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഷഫ്ന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ M4 Tech ചാനലുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ചാനലിലെ ഒരു ചലഞ്ചായിട്ടാണ്, അതായത് വാട്ടർ ബോട്ടിൽ റോക്കറ്റ് ചലഞ്ച്. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടോ, അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കുക, എങ്ങനെ ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിൽ വേണം, പിന്നെ ബേക്കിംഗ് സോഡ വേണം, പിന്നെ ഒട്ടിക്കാൻ ടേപ്പ് വേണം, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ, പിന്നെ വിനാഗിരി വേണം കേട്ടോ, പിന്നെ കോർക്കിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണത്, പിന്നെ ഒരു ബോട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കറ്റ്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. എൻ്റെ മോളൊക്കെ ഒരുപാട് ഒരേ കളിയായിരുന്നു കാണുമ്പോൾ. അപ്പോൾ ഈ ബോട്ടിൽ എടുത്തിട്ട് 3 പെൻസിലും അതിന് ചുറ്റും സ്റ്റാൻഡ് പോലെ ഒന്ന് ടേപ്പ് ചെയ്ത് വെക്കണം. കണ്ടോ, അതേപോലെ. ഓക്കെ, അപ്പം നമ്മുടെ റോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബോട്ടിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ കുറച്ച് ഒഴിക്കാം. ഞങ്ങളതിൽ കുറച്ച് വെച്ചു, ബാലൻസ് മൊത്തം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ കുറച്ച് അതിലിടുക. നീളത്തിലിടണം കേട്ടോ, നീളത്തിലിട്ടിട്ട് ഒന്ന് റാപ്പ് ചെയ്യണം നീളത്തിൽ തന്നെ. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കിടക്കത്തക്ക വിധത്തിൽ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ റോക്കറ്റ് എങ്ങനെയാണ് പൊങ്ങണത്, ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേരുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളും. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളിയിട്ട് ആ പ്രഷറിൽ നമ്മുടെ ബോട്ടിൽ അങ്ങ് പൊങ്ങാണ് ചെയ്യുന്നത്, റോക്കറ്റ് പോലെ. ഓക്കെ, അപ്പോൾ ഇതാ റാപ്പ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇടുക. വിനാഗിരി തട്ടത്തക്ക വിധത്തിൽ ഇടരുത്, കുറച്ച് മേലേക്കാക്കിയിട്ട്. ഏകദേശം ആകുമ്പോൾ നമ്മൾ ആ കോർക്കിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് അതിൽ നിന്ന് പ്രഷർ അങ്ങ് നന്നായിട്ട് നിറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ റോക്കറ്റ് റെഡിയായി. ഓക്കെ, ഇനി എൻ്റെ എൻട്രി ആണ് കേട്ടോ. ഇതിനെങ്ങനെ കമഴ്ത്തി വയ്ക്കണം, ഇപ്പം പൊങ്ങും കേട്ടോ. യെസ് യെസ് യെസ്. റെഡി, 1 2 3. കണ്ടോ, അതേപോലെ പൊങ്ങിന്ന് എത്ര പൊങ്ങിന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എത്ര പൊങ്ങിയിട്ടുണ്ട്. സ്ലോ മോഷനിലൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കണ്ടോ, ഇങ്ങനെയായിരുന്നു പൊങ്ങിയത്, അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. M4 Tech ചാനൽ ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഇനി നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.